ഹലോ ഡിയേഴ്സ്, 5ാം ക്ലാസ്സിലെ അഖീദ പാഠപുസ്തകത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. ആക്ടിവിറ്റി 1 യോജിപ്പിക്കാം. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഏക അഭിപ്രായമാണ് ഇജ്മാഅ്. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാഉർ റാഷിദൂൻ. അടുത്തത് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഒന്നുകൂടെ പറയാം. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഏക അഭിപ്രായമാണ് ഇജ്മാഅ്. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാഉർ റാഷിദൂൻ. ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത്രയാണ് ആക്ടിവിറ്റി 1 ഉള്ളത്. ഇനി ആക്ടിവിറ്റി 2 ആണ്. പൂർത്തിയാക്കാം. ആക്ടിവിറ്റി 2ലെ ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. 2 അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. 3 എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം കൊണ്ട് അറിയിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഇനി ആക്ടിവിറ്റി 3 ആണ്. വ്യക്തമാക്കാം. സ്വഹാബി. ആരാണ് സ്വഹാബി എന്ന് വ്യക്തമാക്കുക. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖിയാസ്. ഖിയാസ് എന്നാൽ വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ്. ഒന്നുകൂടെ പറയാം. വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ദുആ എന്നാൽ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആഉ. ഒന്നുകൂടെ, ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആഉ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തതാണ് മുഅ്ജിസത്ത്. എന്താണ് മുഅ്ജിസത്ത്? അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഒന്നുകൂടെ പറയാം. അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഇനി അതിലെ അവസാനത്തെ ചോദ്യമാണ് ഷിർക്ക്. ഷിർക്ക് എന്നാൽ എന്ത്? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇത്രയാണ് ആക്ടിവിറ്റി 3 ഉള്ളത്. ഇനി ആക്ടിവിറ്റി 4 ആണ്. ഒന്നാമത്തെ ചോദ്യം, അതിലെ ഉത്തരം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ചോദ്യം. അള്ളാഹു ഏകനാണ് എന്തിലെല്ലാം? ദാത്തിലും, അതായത് സത്തയിൽ, സിഫാത്തിൽ, അതായത് വിശേഷണങ്ങളിൽ, അഫ്ആലിൽ, അതായത് പ്രവർത്തനങ്ങളിൽ. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹു തആല ഏകനാണ്. രണ്ടാമത്തെ ചോദ്യം, അംബിയ മുർസലുകൾ എന്ന് പറയുന്നത് ആർക്കാണ്? അംബിയ മുർസലുകൾ എന്ന് പറയുന്നത്
അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. ഇനി മൂന്നാമത്തേത്, തീ ഇബ്രാഹിം നബിക്ക് നൽകിയത് എന്തായിരുന്നു? തീ ഇബ്രാഹിം നബിക്ക് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു നൽകിയത്. നാലാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നരകത്തിൽ അല്ലാത്ത ഒരു വിഭാഗം ഏതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സഞ്ചരിച്ച മാർഗം. അതാണ് നബിയുടെ സമുദായത്തിൽ നരകത്തിലല്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 4 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 5 ആണ്. അർത്ഥം എഴുതാം. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അതിൻ്റെ അർത്ഥം, യാതൊരുവിധ ഭയവും ദുഃഖവും ഔലിയാക്കൾക്ക് ഉണ്ടാവില്ല. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. 2 വീതം എഴുതാം. കർമ്മശാസ്ത്ര വിധിയുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ. അതിൽ വരുന്ന 2 പേരാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല. ഇനി രണ്ടാമത്തത്, പ്രാർത്ഥനയുടെ മര്യാദകൾ എന്തെല്ലാം? അതിൽ നിന്ന് 2. 1, പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാം. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ. നമ്മുടെ നബിക്കുണ്ടായിട്ടുള്ള മുഅ്ജിസത്തുകളിൽപ്പെട്ട 2 എണ്ണമാണ്. ഒന്ന്, മൃഗങ്ങൾ സംസാരിച്ചത്. മറ്റൊന്ന്, കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചത്. പിന്നെ മറ്റൊന്ന് വേണമെങ്കിൽ ചന്ദ്രൻ പിളർന്നത്. അതുപോലെ പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നമ്മുടെ നബിക്കുള്ള മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. അതിൽ നിന്ന് 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഇനി നാലാമത്തതാണ്, മുബ്തദിഉകളുടെ അടയാളമാണ് ഡാഷ്. മുബ്തദിഉകളുടെ അടയാളങ്ങളിൽ നിന്ന് 2 എണ്ണം. ഒന്ന്, സുബ്ഹിലെ അതുപോലെ തറാവീഹിനെയും ഖുനൂത്തിനെ അനാചാരമാക്കുക. അതുപോലെ സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിന് തള്ളി പറയുക. ഇത്രയാണ് 2 എണ്ണം. വേണമെങ്കിൽ ഇനി പറയാം. ഖുർആനും ഹദീസും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുക. അതുപോലെ മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. ജുമുഅയുടെ 1ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക. അത്രയൊക്കെയാണ്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി 7, പൂരിപ്പിക്കാം. എൻ്റെ സ്വഹാബത്ത് ഡാഷ്. എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതാണ് അവസാനത്തെ ആക്ടിവിറ്റിയിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവരും നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കുക. ഷുവറായിട്ട് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണത് ഇൻഷാ അല്ലാഹ്.